Hello everyone, ഞാൻ ഫഹ്മി കെട്ടി XandYയുടെ 10th തേർഡ് ബാച്ച് വിദ്യാർത്ഥിനിയാണ്. ഇക്കഴിഞ്ഞ യുവിക യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം ISRO വർഷവും നടത്തുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒരു പാർട്ടിസിപ്പൻ്റായി സെലക്ട് ചെയ്യുവാൻ എനിക്കും അവസരം കിട്ടി. ഈ യുവിക യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നത് തിരുവനന്തപുരം തുമ്പയിലും കൂടാതെ ISROയുടെ മെയിൻ സെൻ്റർ ആയിട്ടുള്ള ബാംഗ്ലൂർ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിലും വെച്ചിട്ടായിരുന്നു. അപ്പോൾ അതിലൊരു അംഗമാവാൻ പറ്റിയതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഈ ഒരു യുവികയെ പറ്റിയിട്ട് ഞാൻ അറിയുന്നത് XandY ചാനലിൽ ഷഫീർ സാറ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരവസരം എന്ന് പറഞ്ഞൊരു ഈ വീഡിയോ എന്നെ സ്പേസ് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള എന്നെ ഏറെ അട്രാക്ട് ചെയ്തു. അങ്ങനെയാണ് അതിൽ രജിസ്റ്റർ ചെയ്തതും ഇത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കിയതും ഒക്കെ. ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് പറയുന്നത് 2 സ്റ്റേജുകളിലായിട്ടാണ്. ആദ്യത്തേത് ഒരു എക്സാമാണ്. സയൻസ് ആൻഡ് മാത്സ് വിഷയങ്ങളിൽ ഒരു 30 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു എക്സാം ഉണ്ടാകും. ഇതിൽ 30ഓ 29ഓ കിട്ടുന്ന കുട്ടികൾക്ക് അടുത്ത റൗണ്ടിലേക്ക് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ ഇന്ത്യയിൽ നിന്നും ആകെ 150 കുട്ടികൾക്കാണ് യുവിക എന്ന് പറയുന്ന ഈ യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുവാനുള്ള അവസരം ലഭിക്കുന്നത്. ഈ രണ്ടാമത്തെ സ്റ്റേജിൽ അവർ ചോദിക്കുന്നത് ഏതെങ്കിലും കോമ്പറ്റീറ്റീവ് എക്സാമുകളിൽ നമുക്ക് കിട്ടിയ റാങ്കുകളും അതിൻ്റെ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിനാണ് ഞാൻ XandYനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. XandY 8th 9th 10th ഹൈസ്കൂളിൽ പഠിക്കുന്ന ഈ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഏർലി എൻട്രൻസ് കോച്ചിങ് പോലെ തന്നെ ഫൗണ്ടേഷൻ കോഴ്സുകളാണ് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫൗണ്ടേഷൻ കോഴ്സിലൂടെ നമുക്ക് എങ്ങനെ കോമ്പറ്റീറ്റീവ് എക്സാമുകളിൽ പങ്കെടുക്കാമെന്നും അതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മളെ ഏറെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ കൊല്ലം ISRO തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു, സ്പേസ് വീക്ക് വഴി നടത്തിയിരുന്ന പ്രസംഗ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ സെക്കൻഡ് കിട്ടിയ സർട്ടിഫിക്കറ്റും മാത്രമല്ല കർണാടകയിലുള്ള ഒരു റോക്കറ്റ് ഏജൻസി നടത്തിയിട്ടുള്ള റോക്കറ്റ് മോഡലിംഗ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ സർട്ടിഫിക്കറ്റുമാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏപ്രിലിൽ അതിൻ്റെ റിസൾട്ട് എത്തുകയും ചെയ്തു. അങ്ങനെ ആ 150 കുട്ടികളിൽ ഒരാളായിട്ട് സെലക്ട് ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. വളരെയധികം ഹാപ്പി ആയിരുന്നു. അപ്പോൾ അവിടെയുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ISRO നമുക്കറിയാം ഇന്ത്യയിലെ നമ്മുടെ സ്പേസ് ഏജൻസി എന്ന് പറയുന്നതാണ്, സ്പേസ് റിസർച്ച് സെന്റർ ആണ്. നമ്മുടെ എല്ലാവിധ റോക്കറ്റ് വിക്ഷേപണങ്ങളും അവിടെ നിന്നാണ് നടത്തുന്നത്. അപ്പോൾ അതിനെ 4ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 3ാം ക്ലാസ് മുതൽ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന എനിക്ക് അത് നേടിയെടുക്കാൻ പറ്റിയെന്ന് പറയുന്നത് വളരെയധികം ഹാപ്പിനെസ് തന്നിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ എന്താ പറയുക, നമ്മുടെ ചെയർമാനെ നമുക്കറിയാം, അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹത്തെ കാണാനും നമ്മുടെ മുന്നത്തെ ചെയർമാനായിട്ടുള്ള ഞാനൊക്കെ ഏറെ ആരാധിക്കുന്ന നമ്മുടെ മാധവൻ നായർ സാറിനെ കാണാനും അങ്ങനെ തുടങ്ങിയിട്ട് വളരെയധികം പ്രമുഖരായിട്ടുള്ള സയൻറ്റിസ്റ്റുകളുടെ ക്ലാസ്സുകൾ ലഭിക്കുവാനും ഈ സ്പേസ് ഏജൻസി നമ്മുടെ ഈ ഒരു സ്പേസ് റിസർച്ച് സെന്റർ ISRO എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടും അത് തുടങ്ങിയ അന്ന് മുതൽ ഇപ്പൊ നമ്മുടെ ISRO എത്തി നിൽക്കുന്ന എല്ലാ സ്റ്റേജുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഷെയർ ചെയ്തു തന്നു. ഒരു സ്പേസ് സയൻറ്റിസ്റ്റ് ആവാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നോ അതിൻ്റെ എല്ലാം ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ലളിതമായിട്ടും വളരെ അടിപൊളിയായിട്ടാണ് ഞങ്ങൾക്ക് അവിടുത്തെ സയൻറ്റിസ്റ്റുകൾ തന്നെ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. സോ അവരുടെ എക്സ്പീരിയൻസുകൾ അവർ തന്നെ ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള അതല്ലെങ്കിൽ വളരെയധികം എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു. വളരെയധികം ഹാപ്പിയാണ് അവിടുത്തെ ഒരു പാർട്ടിസിപ്പൻ്റ് ആവാൻ പറ്റിയതിന്. യങ് സയൻറ്റിസ്റ്റ് പ്രോഗ്രാമിൽ പങ്കെടുത്തതിനും ISROയിൽ പോയി വരുന്നതിനും വളരെയധികം ഹാപ്പിയാണ്. സോ അടുത്ത കൊല്ലത്തെ ആ ഒരു യുവിക യങ് സയൻറ്റിസ്റ്റ് പാർട്ടിസിപ്പൻസിൽ നിങ്ങളുണ്ടാകട്ടെ എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി.